Hello everyone, welcome to Juport. എല്ലാവർക്കും മക്കളെ ജൂപോർട്ട് പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ ഹിസ്റ്ററിയുടെ എക്സാം ഇനി പടിവാതിക്കെ എത്തി നിൽക്കെ ചാപ്റ്റർ 3 and 4 ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സാറേ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള കമൻറ്റ് ബോക്സിൽ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം പറയുകയാണ്, ഇത് മാത്രം എന്ത് ചെയ്താൽ പോരാ, പഠിച്ചാൽ പോരാ. നമ്മൾ ഈ ചാപ്റ്ററിനൊക്കെ ലൈവുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ലൈവിൽ കണ്ടിട്ട് എന്ത് ചെയ്യണം, ആ ലൈവിൽ പറയുന്ന മൊത്തം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം. ഇത് ഏറ്റവും കൂടുതൽ തവണ ഓരോ ചാപ്റ്ററിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതായത് ഏറ്റവും കൂടുതൽ തവണ, അതായത് 4, 3, 5 തവണയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോരാ, ഈ ശരി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ഓരോ ചാപ്റ്ററിന് ലൈവ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തരുന്നുണ്ട്. ആ ലൈവിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ മാപ്പിൻ്റെയും ക്രോണോളജിക്കൽ ഓർഡറിൻ്റെയും വീഡിയോ ആണ് 100% ഉറപ്പായിട്ടും ചോദിക്കുന്ന വീഡിയോ. അത് ക്വസ്റ്റ്യന് അത് നമ്മുടെ ചാനൽ എന്താണ് അവൈലബിൾ ആണ്, നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കാണണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒരുപാട് തവണ 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്ത്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരത. മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോ, എന്താടാ ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഇതെന്താ, 1990 സ്റ്റാർട്ട് ചെയ്തു. അണ്ടർ ദ സാൻസ്ക്രിറ്റ് സ്കോളർ ആരാടാ, VS സുക്തങ്കർ. വൺവേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആരണ്ടറിലാടാ, VS സുക്തങ്കറിന്റെ അണ്ടറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ശ്രദ്ധിക്കുക, അറൌണ്ട് ഡസൻസ് ഓഫ് സ്കോളേഴ്സ് വേർ ഗ്രൂപ്പ്ഡ് ടു പ്രിപ്പയർ ദ ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരത. ഏകദേശം 12ഓളം സ്കോളേഴ്സ്, 12ഓളം എന്താണ് പണ്ഡിതരെ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് തയ്യാറാക്കിയത്. അതേപോലെ തന്നെ എന്താണ് ഈ സ്കോളേഴ്സ് എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്യാണ്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംസ്കൃതത്തിന്റെ കൈയെഴുത്ത് പ്രതികൾ എന്ത് ചെയ്യാണ്, പണ്ഡിതന്മാർ ശേഖരിച്ചു. എന്താ, ടീം ഓഫ് സ്കോളേഴ്സ് കമ്പയർഡ് വേഴ്സസ് ഫ്രം ഈച്ച് മാനുസ്ക്രിപ്റ്റ്. എന്താ ചെയ്യുന്നത്, പണ്ഡിതന്മാരുടെ സംഘം ഓരോ കൈയെഴുത്ത് പ്രതികളിൽ നിന്നുള്ള വാക്യങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, താരതമ്യം ചെയ്യാണ്. അതായത് കാശ്മീരിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ആസാമിൽ നിന്നും അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇതിന്റെ കൈയെഴുത്ത് പ്രതികൾ എന്ത് ചെയ്യാണ്, അവർ ശേഖരിച്ച് താരതമ്യം ചെയ്യാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ഇതൊക്കെ കോമൺ ആയി വരുന്ന കാര്യങ്ങൾ അവർ എന്ത് ചെയ്യാണ്, പതിപ്പ് പ്രസിദ്ധീകരിക്കുകയും ഏകദേശം എത്ര ഉണ്ടായിരുന്നു, 13,000 പേജസ് അല്ലെ, 13,000ഓളം പേജിലുള്ള വലിയൊരു ബുക്കായിട്ട് എന്ത് ചെയ്യാണ്, ക്രിട്ടിക്കൽ എഡിഷൻ മാറുകയാണ്. ഏകദേശം 47 ഇയേഴ്സ്, 47ഓളം വർഷങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കുന്ന കാര്യം, ഇത് കംപ്ലീറ്റ് ആയതോടുകൂടി പണ്ഡിതന്മാർക്ക് 2 കാര്യങ്ങളാണ് മനസ്സിലായത്. ഒന്നാമത്തെ എന്താടാ, there were several common elements in the Sanskrit version of the story. കഥയുടെ സംസ്കൃത പതിപ്പുകൾ എന്താണ്, പൊതുവായി നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കേരളമായാലും തമിഴ്നാടായാലും പിന്നെ അസാം ആയാലും കാശ്മീർ ആയാലും, അതായത് ഇവൻ നേപ്പാളിൽ നിന്ന് വരെ എന്ത് ചെയ്യാണ്, കൈയെഴുത്ത് പ്രതികൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു കോമൺ എലമെന്റ് അല്ലേ, എന്താണ് നമുക്കറിയാം, മഹാഭാരതത്തിന്റെ കഥ നമുക്കറിയാം അല്ലേ, കൗരവ പാണ്ഡവ യുദ്ധമാണ് എന്തിൽ പറയുന്നത്, മഹാഭാരതത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു കോമൺ എലമെന്റ് എല്ലാ മഹാഭാരത ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ പറ്റി. എന്നാൽ എന്തുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there were enormous regional variation in the text അല്ലേ, അതായത് പിന്നെ ആ റീജിയൻ അഥവാ എന്താണ്, ആ പ്രദേശത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളും അതിലുണ്ടായിരുന്നു മനസ്സിലായി. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളോട് ക്രിട്ടിക്കൽ എഡിഷനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാൻ 2 മാർക്കിനൊക്കെ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ദിസ് ആർ ദി കോഡ് ഓഫ് കണ്ടക്ട് പുട്ട് ഫോർവേഡ് ബൈ ബ്രാഹ്മണാസ്. അന്നത്തെ ഏറ്റവും അപ്പർ ക്ലാസ് ആയിരുന്ന ബ്രാഹ്മണന്മാരാണ് നാട്ടിലെ എല്ലാവരും ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ഉൾക്കൊന്ന സംഭവത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, ധർമ്മശാസ്ത്രം. ഇവ ധർമ്മസൂത്രം എന്നും ധർമ്മശാസ്ത്രം എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട് അല്ലേ. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, മനുസ്മൃതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, മനുസ്മൃതിയാണ്. ദ ബ്രാഹ്മണാസ് ക്ലെയിം ദാറ്റ് ദീസ് ടെക്സ്റ്റ് ഹാഡ് എ യൂണിവേഴ്സൽ വാലിഡിറ്റി. ദേ ഇൻസിസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് ബി ഒബേഡ് ബൈ ഓൾ ബട്ട് ഇറ്റ്സ് നോട്ട് ഷുവർ ദാറ്റ് വെദർ ഓർ അക്സെപ്റ്റഡ് ഓൾ. അപ്പോൾ എന്തിനാണ് ബ്രാഹ്മണന്മാർ എന്ത് ചെയ്യാണ്, ഇതെല്ലാവരും അനുസരിക്കണമെന്നും ഇതെല്ലാവരും അംഗീകരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണന്മാർ തയ്യാറാക്കിയുള്ള കോഡ് ഓഫ് കണ്ടക്ട് ആയിരുന്നു എന്ത്, ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഇതനുസരിച്ച് വിവാഹ നിയമങ്ങളും പല നിയമങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ഒരുപാട് തവണ എക്സാമിന് 2 മാർക്കും ചോദിച്ചാൽ, നിങ്ങൾ ഓൾറെഡി +1 പഠിച്ച ടോപ്പിക്കാണ് എന്ത്, എൻഡോഗമിയും എക്സോഗമിയും അല്ലേ. അപ്പോൾ എന്താണ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ, എൻഡോഗമി റെഫേഴ്സ് ടു ദ മാരേജ് വിത്തിൻ ദ യൂണിറ്റ് അല്ലേ. ഒരു യൂണിറ്റിനുള്ളിൽ, ആ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ജാതിയോ കുടുംബമോ ക്ലാസ്സോ എന്തോ ആവാം, ഒരു യൂണിറ്റിനുള്ളിൽ, ഒരു കുടുംബത്തിനുള്ളിൽ, ഒരു ജാതിക്കുള്ളിൽ, ഒരു ക്ലാസ്സിനുള്ളിൽ തമ്മിലുള്ള അതിനുള്ളിലുള്ള ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ട് വിവാഹം കഴിക്കാൻ നമ്മൾ എന്ത് പറയും, എൻഡോഗമി എന്ന് പറയും. എക്സോഗമി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് യൂണിറ്റ്, ജാതിക്ക് പുറത്തുനിന്നോ കുടുംബത്തിന് പുറത്തുനിന്നോ ക്ലാസ്സിന് പുറത്തുനിന്നോ എന്ത് ചെയ്യും, വിവാഹം കഴിക്കാൻ നമ്മൾ എന്ത് പറയുന്നു, എക്സോഗമി എന്ന് പറയുന്നു. അടുത്തെന്താണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചു, അത് വർണ്ണ സിസ്റ്റം ഇൻ ആൻഷ്യന്റ് ഇന്ത്യ, ഇന്ത്യയിലെ വർണ്ണ സമ്പ്രദായത്തെക്കുറിച്ച് എന്ത് ചെയ്യാനാണ്, വിവരിക്കാനല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താടാ ഈ ധർമ്മശാസ്ത്രം ധർമ്മസൂത്രം അനുസരിച്ച് 4 വർണ്ണങ്ങളാണല്ലോ. ഏതൊക്കെയാടാ, ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ദർ ആർ മെയിൻലി 4 വർണ്ണാസ് എക്സിസ്റ്റഡ് ഇൻ ദ ആൻഷ്യന്റ് ഇന്ത്യ. ഏതൊക്കെയാടാ, ബ്രാഹ്മണാസ് എന്ത്,
ക്ഷത്രിയാസ് ഉണ്ട്, വൈശ്യാസ് ഉണ്ട്, ശൂദ്രാസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ജോലി ഉണ്ടല്ലേ. ബ്രാഹ്മണന്മാരുടെ ജോലി എന്താണ് ടീച്ച് വേദാസ് ആൻഡ് യാഗംസ് അല്ലെ, യാഗംസ് നടത്തുക, അതേപോലെ വേദങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ഡ്യൂട്ടി? ബ്രാഹ്മണാസ്. അവരായിരുന്നു ഏറ്റവും അപ്പർ ക്ലാസ് അല്ലെ, ഏറ്റവും മുകൾ ഭാഗത്ത് വിഭാഗം ആരായിരുന്നു? ബ്രാഹ്മണാസ് ആയിരുന്നു. സെക്കൻഡ് കാറ്റഗറി ആരാണ്? ക്ഷത്രിയാസ് ആണ്. വേറെ എൻഗേജ് ഇൻ വാർഫെയർ അല്ലെ, യുദ്ധത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ രാജ്യം ഭരിക്കുക. അത് രാജാക്കന്മാർക്ക് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു? ക്ഷത്രിയന്മാർ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഇവർക്കും എന്ത് ചെയ്യാം? വേദം പഠിക്കാം. അതേപോലെ ബ്രാഹ്മണർക്ക് വേണ്ട യാഗം നടത്താൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കലും ആരുടെ ഡ്യൂട്ടിയാണ്? ക്ഷത്രിയാസിന്റെ ഡ്യൂട്ടിയാണ്. അടുത്ത വൈശ്യാസ് ആണ്. വൈശ്യാസിന്റെ ഡ്യൂട്ടി എന്താ? അഗ്രികൾച്ചർ, ട്രേഡ്, അതൊക്കെയാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി. പിന്നെ എന്താ? വേദങ്ങൾ പഠിക്കാനും യാഗങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലും എന്താണ്? ഇവരുടെ ഡ്യൂട്ടിയാണ്. ഏറ്റവും ലോവർ കാസ്റ്റ് ആയിരുന്നു ആര്? ശൂദ്രാസ്. ഈ ശൂദ്രാസിന്റെ ഡ്യൂട്ടി എന്താ? മറ്റുള്ള 3 വിഭാഗങ്ങളെ സേവിക്കുക. ഈ വൈശ്യാസിനെയും ക്ഷത്രിയാസിനെയും ബ്രാഹ്മണാസിനെയും എന്ത് ചെയ്യുക? സേവിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു ഇവരുടെ ഡ്യൂട്ടി എന്നുള്ളത് ഓർത്തു വെക്കാം. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു വെക്കണം. അതായത് ഇത് മാത്രം എക്സാം ചോദിച്ചത്. അതായത് ഈ വർണ്ണ സിസ്റ്റം ശ്രദ്ധിക്കണം. എന്താടാ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ടു എൻഫോഴ്സ് ദ വർണ്ണ ബ്രാഹ്മണാസ് റിസോർട്ട് സർട്ടൻ സ്ട്രാറ്റജീസിൽ, അതായത് വർണ്ണവ്യവസ്ഥ ഭദ്രമാക്കാൻ അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥ പൂർണ്ണമായി നടപ്പിലാക്കാൻ എന്ത് ചെയ്തു? ബ്രാഹ്മണര് പല തന്ത്രങ്ങളും പ്രയോഗിച്ചു. ശ്രദ്ധിക്കണം. എന്താണ്? വർണ്ണവ്യവസ്ഥ നടപ്പിലാക്കാനായിട്ട് ബ്രാഹ്മണർ എന്ത് ചെയ്യാണ്? പല തന്ത്രങ്ങളും എന്ത് ചെയ്തു? പ്രയോഗിച്ചു. വർണ്ണവ്യവസ്ഥ നടപ്പിലാക്കാനായിട്ട് ബ്രാഹ്മണർ എന്ത് ചെയ്യാണ്? പല തന്ത്രങ്ങളും എന്ത് ചെയ്തു? പ്രയോഗിച്ചു. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത് എന്താടാ? ദേ അസേർട്ടഡ് ദാറ്റ് ദ വർണ്ണ ഓർഡർ ഈസ് ഡിവൈൻ വൺ. അവരെന്ത് ചെയ്തു? വർണ്ണവ്യവസ്ഥ ദൈവകൽപ്പിതമാണെന്ന് ഇവരെന്ത് ചെയ്തു? പ്രചരിപ്പിച്ചു. രണ്ടാമത്തെ എന്താടാ? ദേ അഡ്വൈസ് ദ കിങ് ടു എൻഷുർ ദാറ്റ് വർണ്ണ നോംസ് ആർ ഫോളോഡ് ഇൻ ദെയർ കിങ്ഡം. അവരെന്ത് ചെയ്യാണ്? വർണ്ണവ്യവസ്ഥ, അതായത് എന്ത് ചെയ്യണം? ദൈവം നേരിട്ട് ഇറക്കിയതാണ് വർണ്ണം. ഒരാൾ ഏത് വർണ്ണത്തിലാണ് അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? വർണ്ണം മാറാൻ പാടില്ല. അത് മാത്രമല്ല എന്ത് ചെയ്യണം? വർണ്ണവ്യവസ്ഥ രാജ്യത്ത് കറക്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? രാജാക്കന്മാരുടെ ഡ്യൂട്ടിയാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല ദ പെർസ്യൂട്ടഡ് പീപ്പിൾ ദാറ്റ് ദെയർ സോഷ്യൽ സ്റ്റാറ്റസ് വർ ഡിറ്റർമിൻഡ് ബൈ ബർത്തിൽ. എന്താണ്? ബൈ ബർത്തിൽ എന്ത് ചെയ്യാടാ? ഒരാൾ ജനിക്കുന്നതിലൂടെ ജാതി ജന്മസിദ്ധമാണെന്ന് എന്ത് ചെയ്തു? സാധാരണക്കാരെ ധരിപ്പിച്ചു. അടുത്ത ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ആർ ദി എലമെന്റ്സ് ടു ബി കൺസിഡേർഡ് ബൈ ദ ഹിസ്റ്റോറിയൻസ് വെൻ അനലൈസിംഗ് ടെക്സ്റ്റസ് ലൈക്ക് മഹാഭാരതം? മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ചരിത്രകാരന്മാർ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. എന്താണ്? ഹിസ്റ്റോറിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മഹാഭാരതം അടക്കമുള്ള പുരാണിക് ടെക്സ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പഠിക്കാറുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് എന്താടാ? വിച്ച് ലാംഗ്വേജ്, ഏത് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? നമുക്കറിയാം എന്താണ്? മഹാഭാരതം സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഏത് ലാംഗ്വേജ്? മഹാഭാരതം പോലെ ടെക്സ്റ്റുകൾ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്താടാ? ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്? അതാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. രണ്ടാമത്തെ എന്താടാ? ദേ ഹാവ് ടു കൺസിഡർ ദ ഓതേഴ്സ് പെർസ്പെക്റ്റീവ് ആൻഡ് ഐഡിയാസ് അല്ലെ. എന്താടാ? അവിടെ ഗ്രന്ഥകാരത എഴുതിയ ആളുടെ ആശയവും വീക്ഷണവും എന്ത് ചെയ്യണം? രണ്ടാമതായിട്ട് നോക്കണം. മൂന്നാമത് എന്താ? ആർക്ക് വേണ്ടത്? ഏത്? ദേ ഹാവ് ടു ടേക്ക് എൻ അക്കൗണ്ട് ഇൻ ദ ഇന്റർനെറ്റ് ഓഡിയൻസ് ടു. എന്താണ്? ഏത് വായനക്കാർക്ക് വേണ്ടിയാണ് ഇത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്? എന്ത് ചെയ്യണം? നോക്കണം. ആൻഡ് ദ ടൈം പീരീഡ് ഓഫ് ദി ബുക്കിൽ, ഏത് കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയത്? അത് മാത്രമല്ല എന്ത് ചെയ്യുക? അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മഹാഭാരതം കറക്റ്റായി പഠിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഏത് ലാംഗ്വേജ് ആണെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ എന്താ? അവരുടെ പെർസ്പെക്റ്റീവ്, ഏത് ആളുടെ പെർസ്പെക്റ്റീവ് നോക്കണം. പിന്നെ അടുത്ത എന്താടാ? ആ ഓഡിയൻസിൻ്റെ കാര്യം ചെക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ടൈം പീരീഡ് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അതിലേക്ക് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ മഹാഭാരതം പോലുള്ള എപ്പിക് ടെക്സ്റ്റുകളിൽ, മഹാഭാരതം പോലുള്ള വളരെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ പിന്നെ വിശകലനം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അടുത്ത തിങ്കേഴ്സ് ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ് ഉള്ള ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ എന്താടാ? സ്തൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാൽ? ദ ബുദ്ധിസ്റ്റ് ഐഡിയ ആൻഡ് പ്രാക്ടീസസ് ആർ പ്രൊഡക്റ്റ് ഓഫ് എ പ്രോസസ് ഓഫ് ഡയലോഗ് വിത്ത് അതർ ട്രഡീഷൻ അല്ലേ. മറ്റുള്ള ആശയങ്ങളുമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ ഫലമായിരുന്നത് ബുദ്ധമതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബുദ്ധമതത്തിൽ എന്ത് ചെയ്യാണ്? ചില പ്രദേശങ്ങൾ എന്താണ്? വിശിഷ്ട സ്ഥലങ്ങളായിട്ട് ശ്രദ്ധിക്കണം, വളരെ പുണ്യമായ സ്ഥലങ്ങളായിട്ട് കണക്കാക്കി. ശ്രദ്ധിക്കണം. ബുദ്ധമതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചില സ്ഥലങ്ങളെ വളരെ പുണ്യമായ സ്ഥലങ്ങളായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ചൈത്യാസ്. ശ്രദ്ധിക്കണം. എന്താണ്? ചൈത്യാസ്. ബുദ്ധമതം അനുസരിച്ച് എന്താണ്? ചില സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമായിട്ട് കണക്കാക്കുന്നു. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ചൈത്യാസ് എന്ന് പറയുന്നു. ചൈത്യാസ് ആർ മെൻഷൻ ഇൻ ദ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ടു ഓൾസോ ഡിസ്ക്രൈബ് ദ പ്ലേസസ് അസോസിയേറ്റഡ് വിത്ത് ബുദ്ധ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബുദ്ധമതത്തിലെ സാഹിത്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധമതത്തിലെ ചൈത്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. അത് ബുദ്ധന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. ഈ ചൈത്യം എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളോ അല്ലെങ്കിൽ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് എന്ത് ചെയ്യുക? ചൈത്യം അല്ലെങ്കിൽ പുണ്യമായ സ്ഥലങ്ങളായിട്ട് മാറാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ട്? ഇതൊക്കെ വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ലുംബിനി, ബുദ്ധൻ ജനിച്ച സ്ഥലമാണ്. രണ്ടാമത് എന്താ? ബോധ്ഗയ, ബുദ്ധന് ബോധോദയം അല്ലെ, ബോധി വൃക്ഷത്തിനടി വെച്ചിട്ട് ബോധോദയം കിട്ടിയ സ്ഥലമാണ്. മൂന്നാമത്തെ എന്താ?
ശാരാനാഥാണ്. ശാരാനാഥ് എന്താണ്? ബുദ്ധൻ ആദ്യമായി പ്രസംഗം നടത്തിയ സ്ഥലം. അടുത്ത എന്താണ്? കുശിനഗർ അല്ലെ, ബുദ്ധൻ നിബനയായ സ്ഥലം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇവിടെയൊക്കെ ചൈത്യങ്ങളാണ്. ചൈത്യങ്ങൾ വെച്ചാൽ എന്താ? ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുണ്യമായ സേക്രഡ് ആയിട്ടുള്ള പ്ലേസസിന് വിളിക്കുന്ന പേരാണ് എന്ത്? ചൈത്യാസ് എന്ന് പറയുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തു? പവിത്രമായി കണക്കാക്കിയത് കൊണ്ട് തന്നെ ആഫ്റ്റർ ദി 200 years ഓഫ് ബുദ്ധ, അശോക എറക്റ്റഡ് എ പില്ലർ ഇൻ ലുംബിനി. അപ്പോൾ ബുദ്ധൻ ജനിച്ച സ്ഥലമായ ലുംബിനിൽ എന്ത് ചെയ്യാണ്? അശോകൻ ഒരു പില്ലർ, ഒരു സ്തംഭം എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പിൽക്കാലത്ത് എന്ത് ചെയ്തു? സ്തൂപങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ എന്താ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങൾ മാത്രമല്ല, ഏതൊക്കെയാടാ? ഏതാണ്? ദോസ് പ്ലേസ് സേക്രഡ് ബുദ്ധസ് ബോഡി റിമൈൻസ് ഓർ ഒബ്ജക്ട് യൂസ്ഡ് ബൈ ഹിം വർ ബരീഡ് ദർ അല്ലേ. അതായത് ബുദ്ധന്റെ ശരീരാവശിഷ്ടങ്ങൾ അടക്കിയ സ്ഥലം അല്ലെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ച വസ്ത്രങ്ങളുള്ള സ്ഥലം, ആ സ്ഥലങ്ങളൊക്കെ എന്താക്കി കണക്കാക്കി? ചൈത്യാസ് കണക്കാക്കി. ഈ സ്ഥലങ്ങളിലൊക്കെ അശോകനെ പോലുള്ള റൂളേഴ്സ് എന്ത് ചെയ്തു? സ്തൂപങ്ങൾ നിർമ്മിച്ചു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? സ്തൂപങ്ങൾ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമായിട്ട് മാറിയത്. അപ്പൊ ദ ട്രഡീഷൻ ഓഫ് എറക്ടിംഗ് സ്തൂപാസ് വാസ് പ്രീ ബുദ്ധിസ്റ്റ് ബട്ട് ദ ലേറ്റ് കം ടു അസോസിയേറ്റ് വിത്ത് ബുദ്ധിസം. ബുദ്ധമതത്തിന്റെ തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയായിരുന്നു. അതായത് ബുദ്ധന്റെ അവശിഷ്ടങ്ങളുള്ള, ബുദ്ധന്റെ ശരീര അവശിഷ്ടങ്ങളായാലും ബുദ്ധൻ ഉപയോഗിച്ച സാധനങ്ങളായാലും അതൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇവർ എന്ത് സ്ഥാപിക്കാൻ തുടങ്ങി? സ്തൂപങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പൊ എന്താണ്? അപ്പോൾ പിന്നെ അശോകന്റെ കാലഘട്ടത്തിൽ അശോകൻ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ പ്രധാന പട്ടണങ്ങളിലേക്കും ടൗണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തിരുന്നു? വിതരണം ചെയ്തിരുന്നു. അങ്ങനെ വിതരണം ചെയ്തതിന് ഫലമായിട്ട് എന്ത് ചെയ്യാണ്? ഇതിന് എല്ലാ പട്ടണങ്ങളിലേക്ക് ഈ സാധനം എത്തുകയും അങ്ങനെ എന്ത് ചെയ്യാണ്? എല്ലായിടത്തും എന്ത് ചെയ്തു? സ്തൂപങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. പ്രധാനപ്പെട്ട സ്തൂപങ്ങളുടെ സ്ഥലമാണ് ഇതൊക്കെ. സാഞ്ചിയും സാരാനാഥ് പഠിച്ചു വെക്കണം കേട്ടോ, എക്സാം ചോദിക്കാറുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ജൈനമതത്തിന്റെ ആശയങ്ങൾ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാണ് കേട്ടോ. ശ്രദ്ധിക്കണം. എന്താടാ? എന്തൊക്കെയാണ് ജൈനമതത്തിന്റെ ആശയങ്ങൾ? വർദ്ധമാന മഹാവീരൻ്റെതാണ് എന്ത്? ജൈനമതം. അതിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡിയ ജൈനിസം ഈസ് ദാറ്റ് ഓൾ ഒബ്ജക്ട്സ് ഈവൻ സ്റ്റോൺസ്, റോക്സ്, വാട്ടർ ഹാവ് ലൈഫ് ആൻഡ് സോൾ. എന്ത് പറയുന്നു? ജൈനമതത്തിന്റെ അനുസരിച്ച് എന്താണ്? പാറയും കല്ലും വെള്ളം എന്ന് വേണ്ട എല്ലാത്തിനും എന്തുണ്ട്? ജീവനും ആത്മാവുണ്ടെന്ന് ആര് പറയുന്നു? ജൈനമതം പറയുന്നു. നോൺ ഇഞ്ചുറി ടു ലിവിംഗ് ബീങ്സ് അഥവാ അഹിംസ മറ്റൊരു ജൈനമതത്തിന്റെ പ്രധാനപ്പെട്ട ആശയമാണ് എന്ത്? അഹിംസ. അതായത് ആരെയും ദ്രോഹിക്കാതിരിക്കുക, എല്ലാവരെയും സ്നേഹത്തോടു കൂടി കാണുക എന്നുള്ളത് അല്ലെ. അത് മാത്രമല്ല, അക്കോർഡിംഗ് ടു ജൈനിസം മാൻ ഈസ് എ ക്രിയേറ്റർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. സ്വന്തം വിധി നിർണ്ണയിക്കുന്നത് ആരാണ്? മനുഷ്യൻ തന്നെയാണെന്ത്? മനുഷ്യൻ തന്നെയാണെന്ന് ആര് പറയുന്നത്? മഹാവീരൻ പറയുന്നത്. മഹാവീരൻ എന്ത് പറയുന്നത്? രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലേ. ഏതൊക്കെയാടാ? ജീവം ആൻഡ് അജീവം അല്ലേ. ആത്മാവും ദ്രവ്യവും ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ജൈനമത വിശ്വാസപ്രകാരം പുനർജന്മമുണ്ട്. ആ പുനർജന്മം എങ്ങനെ ഉണ്ടാവുക? ത്രൂ കർമാസ് ആണ്. ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുക? അയാൾ അടുത്ത ജന്മത്തിൽ ആരാവണമെന്ന് തീരുമാനിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരാൾ നല്ല കർമ്മം ചെയ്യുമ്പോൾ അയാളുടെ ആത്മാവ് എന്ത് ചെയ്യുന്നു? നല്ല ആത്മാവായിട്ട് മാറുകയും അതിനെന്ത് കിട്ടുന്നു? മുക്തി നേടുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുക? അതിലൂടെ ആ ആത്മാവിന് എന്ത് കിട്ടുന്നു? മോക്ഷം കിട്ടുന്നു. ആര് പറയുന്നുണ്ട്? ജൈനമതത്തിന് പറയുന്നുണ്ട്. അപ്പൊ ജൈനമതത്തിൽ എന്ത് ചെയ്യണം? അത് അതായത് എന്താണ്? ജൈനമത വിശ്വാസ പ്രകാരം 3 കാര്യങ്ങൾ, ത്രിരത്നാസ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ എന്ത് കിട്ടും? മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. ഏതൊക്കെയാടാ? റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം; റൈറ്റ് നോളജ്, ശരിയായ അറിവ്; റൈറ്റ് ആക്ഷൻ, ശരിയായ നടപടി. പഠിച്ചു വെക്കണം. ഇതൊക്കെ നിങ്ങളോട് എന്തിൽ ആഡ് ചെയ്യണം? ജൈനമതത്തിന്റെ പ്രിൻസിപ്പിൾസ് ചോദിച്ച് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഒരാൾക്ക് മോക്ഷം എന്ത് ചെയ്യണം? തപസ്സിലൂടെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ജൈനമതത്തിലെ നൻസ്, അതായത് കന്യാസ്ത്രീകൾ, ജൈനമതത്തിലെ സന്യാസിനിമാർ, ശ്രദ്ധിക്കണം, ജൈനമതത്തിലെ സന്യാസിനിമാർ എന്ത് ചെയ്യണം? 5 പ്രതിജ്ഞകൾ എടുക്കണം, 5 ഓത്ത് എടുക്കണം എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അത് ഏതൊക്കെയാടാ? ഒന്ന് എന്താണ്? നോൺ ഇഞ്ചുറി, ആരെയും പരിക്കേൽപ്പിക്കരുത്; നോൺ സ്റ്റീലിംഗ്, ആരിൽ നിന്നും മോഷ്ടിക്കരുത്; നോൺ അഡൾട്ടറി, വ്യഭിചരിക്കരുത്; നോൺ പൊസഷൻ, ആരിൽ നിന്നും അന്യായമായിട്ട് കൈവശപ്പെടുത്തരുത്; ഒബ്സർവേഷൻ ഓഫ് സെലിബസി, എന്ത് ചെയ്യണം? ബ്രഹ്മചര്യം നിരീക്ഷിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കണം. അപ്പോൾ ദീസ് ആർ ദി 5 oath that to be taken by monks during in ജൈനിസം അല്ലെ. ജൈനമതത്തിൽ ഉള്ള ആളുകൾ ഫോളോ ചെയ്യണ 5 പ്രതിജ്ഞകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇതേപോലെ തന്നെ ബുദ്ധമതമാണ്. ജൈനമതം പോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് എന്ത്? ബുദ്ധമതം കേട്ടോ. ശ്രദ്ധിക്കണം. എന്താടാ? ബുദ്ധമതത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തിലാ പറയുന്നത്? സുത്തപിടികയിലൂടെയാണ്. ബുദ്ധമതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എന്തിലൂടെയാണ്? സുത്തപിടികയിലൂടെയാണ്. അപ്പോൾ സുത്തപിടികയിലെ ഒരുപാട് കഥകളുണ്ടെങ്കിലും ബുദ്ധൻ എന്താണ്? സാധാരണ വളരെ കോമൺ മാൻ ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സുത്തപിടികയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ബുദ്ധൻ തന്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് ഏത് ലാംഗ്വേജിലാണ്? പാലി ലാംഗ്വേജിലാണ്. ഏത്? സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഷയായ ഏത് ഭാഷയിലാണ്? പാലി ലാംഗ്വേജിലാണ്. അപ്പോൾ ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്താ? ബുദ്ധിസം ബിലീവ് ദാറ്റ് ദ വേൾഡ് ഈസ് ട്രാൻസിയന്റ്, ലോകം ക്ഷണികമാണ് എന്നും അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ആര് പഠിപ്പിക്കുന്നുണ്ട്? ശ്രീബുദ്ധൻ പഠിപ്പിക്കുന്നുണ്ട്. ദർ ഈസ് നത്തിങ് പെർമനന്റ് ഓർ ഇറ്റേണൽ ഇൻ ദ വേൾഡ്, ലോകത്ത് എന്തില്ല? ഒന്നും സ്ഥിരമോ ശാശ്വതമല്ല, എല്ലാത്തിനും എന്തുണ്ട്? ഒരു അവസാനമുണ്ട്. ദ വേൾഡ് ഈസ് സോൾലെസ്, എന്താണ്? ആ ലോകം ആത്മാവില്ലാത്താണ് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്? ബുദ്ധന്റെ അടിസ്ഥാനമായിട്ടുള്ള പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ ടീച്ചിങ്സ് ഇറങ്ങുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ആര്യ സത്യങ്ങളും അതേപോലെ അഷ്ടാംഗ മാർഗ്ഗങ്ങളും. ശ്രദ്ധിക്കണം. എന്താടാ? ബുദ്ധന്റെ ബേസിക്
ടീച്ചിങ്സ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന് അഷ്ടാംഗ മാർഗ്ഗങ്ങളും എന്താണ് 6 സത്യങ്ങളും. അപ്പോൾ 6 സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 അടിസ്ഥാന സത്യങ്ങളാണ്. എന്തൊക്കെയാണ് അത്? ഒന്നാമത്തത് ദ വേൾഡ് ഫുൾ ഓഫ് സഫറിങ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ ബുദ്ധമതത്തിൻ്റെ ആശയങ്ങൾ വെച്ചാൽ നിങ്ങൾ അതിൽ എന്ത് ആഡ് ചെയ്യണം? 6 സത്യങ്ങളും ആഡ് ചെയ്യണം, അഷ്ടാംഗ മാർഗ്ഗങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ 6 സത്യത്തിൽ പറഞ്ഞത് എന്താ? ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ് അല്ലേ. ലോകം എന്താടാ? കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ലോകം എന്ന് പറഞ്ഞാൽ എന്താടാ? കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ഡിസയർ ഈസ് ദ കോസ് ഓഫ് ഓൾ സഫറിങ്സ് അല്ലേ. ആഗ്രഹമാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണം. സോ ദ സഫറിങ് കുഡ് ബി റിമൂവ്ഡ് ബൈ ഗിവിംഗ് അപ്പ് ഡിസയേഴ്സ് അല്ലേ. എന്ത് ചെയ്യണം? നമ്മുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടെ ദുരിതങ്ങൾ എന്ത് ചെയ്യാം? അകറ്റാൻ പറ്റും. സോ അതിനായിട്ട് എന്ത് ചെയ്യണം? അഷ്ടാംഗ മാർഗ്ഗങ്ങൾ എന്ത് ചെയ്യണം? പിന്തുടരണം. അപ്പോൾ എന്തൊക്കെയാണ് അഷ്ടാംഗ മാർഗ്ഗങ്ങൾ പറയുന്നത്? ഒന്ന് എന്താ? റൈറ്റ് വ്യൂ ശരിയായ വീക്ഷണം, റൈറ്റ് എയിം ശരിയായ ലക്ഷ്യം, റൈറ്റ് സ്പീച്ചിൽ എന്താടാ? ശരിയായ സംസാരം, റൈറ്റ് ആക്ഷൻ ശരിയായ പ്രവർത്തനം, റൈറ്റ് ലിവിഹുഡിൽ എന്താണ്? ശരിയായ ഉപജീവനം, റൈറ്റ് എഫേർട്ട് ശരിയായ പരിശ്രമം, റൈറ്റ് കോൺസെൻട്രേഷൻ ശരിയായ ഏകാഗ്രത, റൈറ്റ് മൈൻഡ്ഫുൾനെസ് ശരിയായ ശ്രദ്ധ. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് എന്ത് ചോദിച്ചാൽ ആഡ് ചെയ്യണം? ശ്രീബുദ്ധനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതുമാത്രമല്ല, അക്കോർഡിംഗ് ടു ബുദ്ധിസം ദ കണ്ടീഷൻ ഓഫ് മാൻ ആൻഡ് ഹിസ് ലൈഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് ഓൺ ആക്ഷൻ അല്ലേ. ബുദ്ധമതം അനുസരിച്ച് എന്താണ്? മനുഷ്യന്റെ ജീവിതാവസ്ഥ അവന്റെ സ്വന്തം പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, എവരി ഇൻഡിവിജ്വൽ ഈസ് ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. സ്വന്തം വിധി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം വിധി തീരുമാനിക്കുന്ന ആരാടാ? മനുഷ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ബുദ്ധമതം പറയുന്നത് എല്ലാവരും ധാർമ്മികതയും മനുഷ്യത്വം എല്ലാവരുടെ സ്നേഹത്തോടെ പെരുമാറാൻ ആര് പറയുന്നു? ശ്രീബുദ്ധൻ പറയുന്നത്. അത് മാത്രമല്ല, എന്ത് ചെയ്യാം? നിർവ്വാണം എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ എന്താണ്? നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിർവ്വാണം നേടാൻ പറ്റുള്ളൂ എന്ന് ആര് പറയുന്നുണ്ട്? ബുദ്ധൻ പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ബുദ്ധമതം എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥനയ്ക്കും അതിന് ഉപരി എന്ത് ചെയ്യണം? ആളുകളെ സഹായിക്കാനും മറ്റൊക്കെ ഒരു ഊന്നൽ കൊടുത്തതാണ് എന്ത്? ബുദ്ധമതം. ബുദ്ധമതം എന്താണ്? അഹിംസയിലാണ്. ശ്രദ്ധിക്കണം, എന്താണ് ബുദ്ധമതം? എന്താണ്? അഹിംസയിൽ പോയിട്ടുള്ളൊരു മതമാണെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ഒന്നാണ് എന്ത്? മഹായാന ബുദ്ധിസം കേട്ടോ. മഹായാന ബുദ്ധിസം എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താടാ? എപ്പോഴാണ്? കനിഷ്കന്റെ കാലഘട്ടം, കുശാന ഭരണാധികാരിയായിരുന്ന കനിഷ്കന്റെ കാലഘട്ടം ആഴപ്പോയേക്കും എന്ത് ചെയ്യാണ്? ബുദ്ധമതം അതിന്റെ പീക്ക് ഏറ്റവും പരമോന്നതിയിലെത്തുകയുണ്ടായി. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താടാ? ഡ്യൂറിംഗ് ദിസ് ടൈം ദ 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ വാസ് കൺവെന്റഡ് ഇൻ കാശ്മീർ. അപ്പോൾ കാശ്മീരിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? 4ാം ബുദ്ധമത സമിതി വിളിച്ചുകൂട്ടി. അവിടെ വെച്ചിട്ടാണ് ബുദ്ധമതം എന്ത് ചെയ്യുന്നത്? 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാടാ? മഹായാനം ആൻഡ് ഹീനയാനം. അതായത് ഈ ഒരു സമയമായപ്പോഴേക്കും ബുദ്ധമതത്തിൽ എന്താണ്? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതായത് എന്ത് ചെയ്യുക? അത്രയും കാലം ശ്രീബുദ്ധനെ ആളുകൾ എന്താ? സാധാരണ ഒരു മനുഷ്യനായിട്ട്, അതായത് ദൈവതുല്യനായിട്ടൊന്നും കണക്കാക്കി സാധാരണ ആളുകൾക്ക് എന്താണ്? സാരോപദേശം തരുന്ന ഒരു നല്ലൊരാളായിട്ടാണ് അന്നത്തെ ആളുകൾ കണക്കാക്കിയിരുന്നത്. പക്ഷെ എന്താണ്? ഈ ഒരു 4ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും, അതായത് കനിഷ്കന്റെ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും എന്ത് ചെയ്യാണ്? ബുദ്ധൻ ഒരു രക്ഷകനില്ല, അതായത് എന്താണ്? ഒരു സേവിയർ, അതായത് ദൈവം എന്നുള്ള ഒരു, അതായത് ബുദ്ധനെ രക്ഷകൻ എന്നുള്ള ഒരു ആശയത്തിലേക്ക് എന്താണ്? മാറാൻ തുടങ്ങി. ബുദ്ധന്റെ പ്രതിമകളും അതേപോലെ തന്നെ ബുദ്ധന്റെ എന്താണ്? ബുദ്ധന് ബോധോദയം കിട്ടിയ അതായത് ബോധിവൃക്ഷം, ആൽമരത്തെയും ഒക്കെ എന്താണ്? ദൈവതുല്യമായിട്ട് കണക്കാക്കുകയും ബുദ്ധന്റെ ചിത്രങ്ങളെ ആരാധിക്കുകയും ബുദ്ധന്റെ പ്രതിമകളെ ആരാധിക്കുകയും ചെയ്യുന്ന രീതിയൊക്കെ എന്ത് ചെയ്യാണ്? അന്ന് ബുദ്ധമതത്തിലേക്ക് വന്നു. ഈ പുതിയ രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? മഹായാനിസം. ശ്രദ്ധിക്കുക, എന്താടാ? മഹായാനിസം. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ പുതിയ രീതിയെ കണക്കാക്കുന്ന അല്ലെങ്കിൽ പുതിയ രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? മഹായാനിസം. മഹായാനം എന്ന് പറയുന്ന വലിയ വാഹനം എന്നാണ്. അതായത് എന്ത് ചെയ്യുന്നു? ഇവരെന്താണ്? ബുദ്ധമതം പറയുന്ന എല്ലാ ആശയങ്ങളും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രീബുദ്ധനെ ഒരു ദൈവതുല്യനായിട്ട് കണക്കാക്കുകയും ശ്രീബുദ്ധൻ്റെ ചിത്രങ്ങളും ശ്രീബുദ്ധൻ്റെ പ്രതിമകൾക്കും എന്ത് ചെയ്യാണ്? ആരാധിക്കുകയും ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളെ ആരാധിക്കുകയും അതേപോലെ തന്നെ എന്താണ്? ആൽമരങ്ങൾ ആരാധിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്ന ആര്? ഈ മഹായാനം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഹീനയാനം എന്ന് പറയുന്നത് പണ്ട് ബുദ്ധമതം എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയായിരുന്നു എന്തുണ്ടായിരുന്നു? ഹീനയാനം. ശ്രദ്ധിക്കുന്നത്, പണ്ട് ബുദ്ധമതം എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയായിരുന്നു എന്തുണ്ടായിരുന്നത്? ഹീനയാനം ഉണ്ടായിരുന്നത്. ദ ഫോളോവേഴ്സ് ഓഫ് ഹീനയാനം യൂസ് ടു കണ്ടിന്യൂ പാലി. അപ്പോൾ ഹീനയാനക്കാർ എന്ത് ചെയ്തു? പാലി ഭാഷ ഉപയോഗിച്ചപ്പോൾ മഹായാനക്കാർ എന്താ ചെയ്തത്? സാൻസ്കൃത് ലാംഗ്വേജ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ മഹായാനം എന്ന് പറയുന്നത് ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് ബുദ്ധിസത്തിനുണ്ട്. ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള ബുദ്ധൻ്റെ ചിത്രങ്ങളും ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബുദ്ധനൊരു ദൈവതുല്യനായിട്ട് കണക്കാക്കിയിട്ട് ആരാധിക്കുന്ന ഒന്നായിരുന്നു എന്ത്? മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താണ്? ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് വെക്കട്ടെ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ലൈവിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ക്രോണോളജിക്കൽ ഓർഡറിൻ്റെയും മാപ്പിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിർബന്ധമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീണ്ടും കാണാതിരിക്കും. ബൈ.